നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് യുവന്റസ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സിറ്റിയുടെ മറ്റൊരു പരാജയമാണ് നമ്മളിന്ന് കണ്ടത്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ വിചാരിച്ചു ഇതൊരു ഷോർട്ട് ടേം ഫിനോമിന ആയിരിക്കും. പക്ഷേ ഡൊമസ്റ്റിക് കപ്പിലായാലും ചാമ്പ്യൻസ് ലീഗിലായാലും പ്രീമിയർ ലീഗിലായാലും പരാജയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു പാനിക് മോഡിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടറിയേണ്ട സിറ്റുവേഷനാണ്. ഇതേ സമയത്ത് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണ 3-2 ഡോർമുണ്ടിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് അറ്റ്ലാന്റ മത്സരത്തിന്റെ മറ്റൊരു വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയേണ്ടത് ഫെറാൻ ടോറസ് 70-ാം മിനിറ്റിൽ സബ്ബായിട്ട് ഇറങ്ങി 2 കിടിലൻ ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ബാഴ്സയെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. റഫീഞ്ഞ, യമാൽ ഇവരൊക്കെ കിടിലൻ പെർഫോമൻസുകളാണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഡോർമുണ്ടിന് സമനില പിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഡിഫെൻസീവ് ബ്ലണ്ടേഴ്സ് ആണ് ഡോർമുണ്ടിന്റെ സൈഡിൽ നിന്ന് അവസാന നിമിഷം വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് കൗണ്ടറിലൂടെ മുതലാക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അപ്പൊ തിരിച്ച് സിറ്റി മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ചാൻസുകളൊന്നും സിറ്റിയും യുവന്റസും ക്രിയേറ്റ് ചെയ്തില്ല. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഹാലണ്ടിന് കിട്ടിയിട്ടുള്ള ഒരു കിടിലം 1-on-1 ചാൻസ് ആണ്. ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ത്രൂ ബോൾ വരുന്നു. ഒരു 1 ടച്ച് എടുത്ത് ഗോൾ കീപ്പറിന് മുകളിലൂടെ ചിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാലണ്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഗ്രിഗോറിയോ വളരെ കൃത്യമായിട്ടുള്ള ഒരു സേവ് അവിടെ വരുത്തി. അതുകൊണ്ട് യുവന്റസ് മത്സരത്തിൽ പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. യുവന്റസിന്റെ സൈഡിൽ നിന്ന് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 0-0 എന്ന നിലയിലാണ് സ്കോർ പോയത്. എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കെയ്ൽ വാക്കർ, എൻ്റെ പൊന്നോ, കെയ്ൽ വാക്കർ ഈസ് സോ ഡൺ. പുള്ളി എനിക്ക് തോന്നുന്നു പഴയ ഫോമിലേക്ക് ഇനി എത്തുമെന്ന് യാതൊരു കാരണവശാലും തോന്നുന്നില്ല. ഒരുപാട് പ്രാവശ്യം പുള്ളിയെ ഡ്രിബിൾ ചെയ്തിട്ട് പോകുന്ന യുവന്റസ് പ്ലേയേഴ്സിനൊക്കെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല, മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്ലാവോവിച്ചിൻ്റെ ഒരു കിടിലം ഹെഡർ വരുന്നു. എടുത്തു പറയേണ്ടത് 2 പേര് വ്ലാവോവിച്ചിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. റിക്കോ ലൂയിസ് ഉണ്ട്, വാഡിയോൾ ഉണ്ട്. ഇവർ 2 പേരും വ്ലാവോവിച്ചിനെ സാൻഡ്വിച്ച് പോലെ മാർക്ക് ചെയ്തിട്ടാണ് അതിനിടയിലൂടെ വ്ലാവോവിച്ച് ഹെഡറിലൂടെ സില്ലൻ ഷോട്ടായിരുന്നു. ലൊക്കറ്റലിയുടെ പെർഫോമൻസ് മിഡ്ഫീൽഡിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നീട് സിറ്റിയുടെ സൈഡിൽ നിന്ന് 1-2 ഷോട്ട് ഓൺ ടാർഗറ്റൊക്കെ എത്തി. 1-2 ഷോട്ടുകൾ ബോക്സിന് പുറത്ത് നിന്ന് വന്നു. ഇവിടെ കെവിൻ ഡിബ്രോയിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഗുണ്ടുവൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു മാസ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ യുവന്റസിന്റെ സൈഡിൽ നിന്ന് വരുന്നത്. വെസ്റ്റൺ മെക്കാനി ആൻഡ് തിമോത്തി വിയ. ശരിക്കും പറഞ്ഞാൽ ഈ 2 പേരും രണ്ടാമത്തെ ഗോളിൽ കറക്റ്റായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തി എന്ന് പറയേണ്ടി വരും. വിയ റൈറ്റ് വിങ്ങിലൂടെ ഒരു ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ആദ്യത്തെ ഷോട്ട് റിക്കോ ലൂയിസ് തട്ടി ഡിഫ്ലക്റ്റായി തിരിച്ച് പുള്ളിയുടെ കയ്യിൽ തന്നെ എത്തുന്നു. രണ്ടാമത്തെ ഷോട്ട് ഡിഫ്ലക്ഷനോടെ മെക്കനിയുടെ കാലിലേക്കാണ് എത്തിയത്. പുള്ളി സ്ലൈഡ് ചെയ്തുകൊണ്ടിട്ടാണ് ആ ഷോട്ട് എടുത്തത്. ബ്രില്യൻ ഷോട്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഗോളും 75-ാമത്തെ മിനിറ്റിൽ യുവന്റസിന് വേണ്ടി വരികയും ചെയ്തു. പിന്നീട് തിരിച്ചു വരാൻ സിറ്റിക്ക് കഴിഞ്ഞില്ല. 1-2 ഹാഫ് ചാൻസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ പോയാൽ സിറ്റി ചിലപ്പോൾ പ്ലേ ഓഫ്സിൽ തന്നെ പുറത്തു പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം 6 മത്സരങ്ങളിൽ 8 പോയിന്റുമായിട്ട് 22-ാമത്തെ സ്ഥാനത്താണ് സിറ്റി ഉള്ളത്. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ആ മാച്ച് ജയിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് പോയാലും അത് അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.